കൊടും ചൂടിൽ പല കിണറുകളും കുളങ്ങളും വെള്ളമില്ലാതെ പറ്റുമ്പോൾ, പ്രത്യേകിച്ച് മാന്തറ ദേവാലയത്തിന് സമീപമുള്ള കുളങ്ങളും വരളുമ്പോൾ, മാന്തറ തീർത്ഥാടന ദേവാലയത്തിന് അനുഗ്രഹമായി അത്ഭുതമായി നിലകൊള്ളുന്ന അത്ഭുത നീരുറവ വറ്റാതെ ജലസമൃദ്ധിയോടെ നിലകൊള്ളുന്നത് ഒരു ദൈവാനുഗ്രഹ അതിശയമല്ലേ? ഇത് കാലത്തിൻ്റെ അടയാളമായി സൂചനയായി നിലകൊള്ളുന്നു. ബലിയർപ്പണ വേളയിൽ എല്ലാ ബലിപീഠത്തിൽ നിന്നും കൃപയുടെ നീർച്ചാൽ ഒഴുകുന്നുവെന്ന സത്യമല്ലേ ഈ ദേവാലയവും ഇവിടുത്തെ ഈ അത്ഭുത ഉറവയും വിളംബരം ചെയ്യുന്നത്? കണ്ണുനീർ ഗ്രന്ഥി വറ്റിപ്പോയ ഒരു സഹോദരിക്ക് ഈ അത്ഭുത ഉറവയിലൂടെ കിട്ടിയ സൗഖ്യത്തിൻ്റെ സാക്ഷ്യം ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം. 2 വർഷമായിട്ട് ഞാൻ എൻ്റെ കണ്ണിൻ്റെ പോള ട്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കണ്ണിൽ മണൽ വാരിയിട്ടാൽ എങ്ങനെയാണോ അതാണ് എൻ്റെ അവസ്ഥ. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ കണ്ണുനീർ ഗ്രന്ഥി അടഞ്ഞു പോയെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അന്ന് മുതൽ ഇവിടെ വരുന്ന അന്ന് ഞായറാഴ്ച വരെ ഞാൻ ഈ ട്രൈ ഉപയോഗിക്കുന്ന ഈ മരുന്ന് ദിവസം 2 പ്രാവശ്യം ഒഴിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് 2-3 പ്രാവശ്യം ഒഴിക്കുന്നത്. ഇത് കോസ്റ്റ്ലി ആയതുകൊണ്ട് ഞാൻ ദിവസം 1 പ്രാവശ്യമെങ്കിലും ഒഴിക്കാതെ കിടന്നിട്ടില്ല. ഇപ്പം ഞായറാഴ്ച ഇവിടെ വന്നു ആരാധന കൂടി പോയി കിടന്നു. തിങ്കളാഴ്ചയായി, തിങ്കളാഴ്ച കഴിഞ്ഞു, ചൊവ്വാഴ്ചയായപ്പം അച്ഛനിവിടെ ആരാധനയുടെ സമയത്ത് പറഞ്ഞു കണ്ണിന് പ്രശ്നം അലർജി ഉള്ളവരുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ മരുന്നിൻ്റെ കാര്യം ഓർക്കുന്നത്. ഇതുവരെയും ഇവിടെ വന്നിട്ട് ഈ മരുന്ന് ഒഴിച്ചിട്ടില്ല. രണ്ടാമത് പരസ്പരം നമ്മൾ ആശീർവദിക്കുന്ന ഒരു പ്രാർത്ഥന സമയത്ത് അച്ഛൻ ചോദിച്ചു 1 തുള്ളി കണ്ണുനീരെങ്കിലും കണ്ണിൽ നിന്ന് വന്നവരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ സമയം എൻ്റെ കണ്ണ് നിറഞ്ഞ് 1 തുള്ളി കണ്ണുനീർ വെളിയിൽ വന്ന് എനിക്ക് ഈ രോഗസൗഖ്യം തന്ന് എൻ്റെ ഈശോയ്ക്ക് കൊടാനുകൂടി നന്ദി പറയുന്നു. വളരെ ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെ.